ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു ലോഡ് സാധനം വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് നമ്മൾ ആക്ച്വലി ഷീൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഷീൻ്റെ അൺബോക്സിങ് വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ തന്നെ കണക്കാക്കണ്ട. ഇനി വരാൻ പോകുന്ന കുറച്ചുള്ള ഗിവ് അവേ ഐറ്റംസും കൂടി ഞാൻ ഷീനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയൻ പ്രോഡക്ട്സ് നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് ആയതുകൊണ്ടാണ് നമ്മൾ കൊറിയൻ ഐറ്റംസ് ഷീനിൽ നിന്ന് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ യു എയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കുറേ ഐറ്റംസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള റീസൺ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ക്യൂട്ട് സാധനമായിട്ടുള്ള ഈ ഒരു സാധനമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് മിസ്റ്ററി ബോക്സിനകത്ത് വെക്കാനുള്ള സാധനമാണ് ഗൈസ്. മിസ്റ്ററി ബോക്സിനകത്ത് വെക്കാനുള്ള സാധനമാണ്. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടാം. എൻ്റെ ക്യൂട്ട് കോംബാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് 2 കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ക്യൂട്ട് കോംബാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ മിസ്റ്ററി ബോക്സിനകത്ത് വെക്കാനുള്ളതാണ്. ഇത് പിന്നെ നമ്മൾ ഹെസ ബേബിക്ക് വേണ്ടി കുറച്ച് സോക്സ്, ഇപ്പോൾ ഭയങ്കര ചൂടാണ് യു എയിൽ, അപ്പോൾ കുറച്ച് സമ്മർ കളക്ഷൻസ് ഓഫ് സോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നെറ്റഡ് സോക്സ് ആണ്. നോക്കി ഇതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കുക. അതാണ് കൊറിയൻ പ്രോഡക്ട്സിൻ്റെ ഒരു പ്രത്യേകത തന്നെ അല്ലേക്കോ. ഇത് പിന്നെ നമ്മൾ കോസി കബ് എന്ന് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ഗിവ് അവേക്ക് മിസ്റ്ററി ബോക്സിൽ വെക്കാനുള്ള 2 സോക്സ് ഐറ്റംസ് ആണ്. നമ്മുടെ വിന്നേഴ്സിനുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഗൈസ്, നമ്മളൊരു ഡോണറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നാട്ടിലെത്തുമ്പോൾ കേടായി പോകുന്നൊന്നും എനിക്കറിയില്ല. ഇത് ആക്ച്വലി ഒരു ഡോണറ്റ് അല്ല കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഒരു പൗച്ച്, ഒരു കുട്ടി പൗച്ചാണ്. ഇതിന് നിങ്ങൾക്ക് കോയിൻ ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതേപോലെ റിങ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഗിവ് അവേക്ക് വേണ്ടി ഞാൻ ഈ ഒരു ക്യൂട്ട് സാധനം ഓർഡർ ചെയ്തതാണ്. ഓക്കെ ഗൈസ്, കവറിൻ്റെ ഉള്ളിലെ കവർ ഇത് കണ്ടോ. ഇത് നമുക്ക് നിറച്ച ഐറ്റംസ് ആണ്, നിറച്ച സാധനങ്ങളാണ്. ഇങ്ങനെ തട്ടിയിട്ടാലോ. ഇതിന് വേണ്ടി ഞാനും ഇക്കും ഒരുപാട് കാത്തിരുന്നു. ഇല്ലേക്കും ഈ ഒരു സാധനം എന്താണത് എന്നല്ലേ. ഈ ഒരു സാധനം എന്താണെന്നറിയോ? ഞാൻ കസ്റ്റമൈസ് ചെയ്തു ഗൈസ്. ഞങ്ങളിത് കസ്റ്റമൈസ് ചെയ്തു. ഇത് ആക്ച്വലി ഒരു കീ ചെയിൻ ആണ്. ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒന്നാണ് ഹെസ ബേബി. ഇത് അതിൻ്റെ ചെയിനാണ് കേട്ടോ. ഹെസ ബേബിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ്. അവളിത് വലിച്ചോണ്ട് പോകും. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. നല്ല രസമുണ്ട്. ഞാനത് ഇത്രയും ഭംഗിയിൽ അത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. എന്നിട്ടുള്ളത് ഒരു ഹെയർ മിസ്റ്റാണ്, ഹെയർ പെർഫ്യൂമാണിത്. എനിക്ക് പെർഫ്യൂംസിനോടൊക്കെ പ്രത്യേക ഇഷ്ടമാണ്. അപ്പം എൻ്റെ ബോഡിക്ക് ഒരു പെർഫ്യൂം, ഹെയറിനൊരു പെർഫ്യൂം, അങ്ങനെ ഞാൻ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാൻഡ് സോപ്പ്, ഹാൻഡ് ക്രീം, അങ്ങനെയൊക്കെ. എനിക്ക് നല്ല മണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇറ്റ്സ് എ ഹെയർ സ്പ്രേ. നല്ല മണമുണ്ട്. ഇക്കു ട്രൈ. ഇത് മുടിയിൽ അടിക്കുന്നതാണ് ആക്ച്വലി. നമ്മുടെ മുടിക്ക് നല്ല മണം ആൻഡ് ക്ലെൻസിങ് കിട്ടും. കുളിക്കാണ്ടിരിക്കുമ്പോൾ അടിക്കല്ല. കുളിച്ചില്ലെങ്കിൽ പിന്നെ അടിച്ചിട്ട് എന്താ കാര്യം? കുളിക്കാണ്ട് ഒരാൾ ഇത് അടിച്ചിട്ട് എന്താ കാര്യം? ബെറ്റർ നമ്മൾ ഫസ്റ്റ് ബോഡി ക്ലീൻ ആക്കുക. മണം സെക്കൻഡറി ആണ്. ഇത് പിന്നെ എന്താണെന്നറിയോ? ഇതെന്താ നിൽക്കുന്നറിയോ? ഇക്കു പറയും. ഇക്കു ഗസ് ഇതെന്താന്ന് നോക്കിയിട്ട് പറയും. ഇത് കണ്ട് ചിക്കുന് എന്തായിട്ടാ തോന്നുന്നത്? വാട്ട് കോംബ് ഇസ് ഇറ്റ്? അതെ, പേര് നോക്കുന്ന കോമ്പാണ്. അപ്പൊ നിങ്ങളുടെ ആ കോമ്പാണ് കേട്ടോ, മറ്റേ മിറർ വിത്ത് കോംബ്. ഓക്കെ ഗൈസ്, ഇനിയും കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഇത് നമ്മൾ മിസ്റ്ററി ബോക്സിനകത്ത് വെക്കാൻ വാങ്ങിച്ചൊരു സോക്സാണ് കേട്ടോ. അത് ആ ഔട്ട്ഫിറ്റിന് മാച്ചായിട്ട് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് പിന്നെ ഇതും നമ്മൾ മിസ്റ്ററി ബോക്സിനകത്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഈ സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഇനി ഷോർട്സ്, മിസ്റ്ററി ബോക്സിൻ്റെ ഷോർട്സ് ഇടുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഓക്കെ, ഇത് പിന്നെ ഞാൻ ഷീഗ്ലാമിൻ്റെ ഒരു പ്രൈമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇത് എൻ്റെ ഇക്കുനുള്ളൊരു സാധനമാണ് ആക്ച്വലി. ഇക്കു എന്നെ തുറന്നു നോക്കിക്കോ. എന്താണത്? കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ ഗൈസ്. ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഇക്കുന് പിന്നെ എന്ത് വാങ്ങിച്ചു കൊടുത്താലും അടിപൊളിയാണ് കേട്ടോ. കാരണം അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കും. How is it? Did you like it? എൻ്റെ ചോയ്സ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാന്നേ ഉള്ളൂ. നോക്കട്ടെ, അടുത്തേക്ക് കാണിച്ച്. ഇറ്റ്സ് നൈസ് ഗൈസ്. ഇത് പിന്നെ ഞാൻ അതേപോലെ എന്തൊരു പ്രോഡക്റ്റ്, ഫേസിനുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇത് പിന്നെ നമ്മുടെ എന്താണിത്, മിസ്റ്ററി ബോക്സിലേക്കുള്ള സാധനമാണിത്. ബേബിക്കുള്ള സാധനമാണ് കേട്ടോ. ഇത് പിന്നെ നിങ്ങൾക്കുള്ള അടുത്ത ഗിവ് അവേക്ക് വരാൻ പോകുന്ന കുറച്ച് ഐറ്റംസ് ആണ്. ഇത് പിന്നെ ഹെസ ബേബിക്ക് ഞാനൊരു ടോയ് വാങ്ങിച്ചതാണ്. ഇത് അതിൻ്റെ കൂടെയുള്ള ബോളാണ്. ഇതെന്താന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം, ഹെസ ബേബി എണീറ്റതിന് ശേഷം. ഓക്കെ, ഞാൻ പിന്നെ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു കവറ്. ഇത് ആക്ച്വലി എൻ്റെ ഫോണിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനമാണ് കേട്ടോ. ക്ലിയർ ആയിട്ടുള്ളൊരു സാധനം. ഓക്കെ, ഇത് ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഓക്കെയാണ്. ഇക്കുനും ഓക്കെ ആണോ? രസമുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ മോർ ഗിവ് അവേ പ്രോഡക്ട്സ്. ഇതെല്ലാം നിങ്ങൾക്കുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ആക്ച്വലി ഇത് നിങ്ങൾക്ക് കയ്യിൽ യൂസ് ചെയ്യാം, അല്ലാണ്ട് തലമുടി കെട്ടാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇനി ഞാനൊരു കസ്റ്റമൈസ്ഡ് സാധനം ഇക്കുവിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്, എനിക്കും വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു പാസ്പോർട്ടിൻ്റെ കേസാണ് ആക്ച്വലി. ഇറ്റ്സ് നൈസ് ഐ തിങ്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വേറൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്താന്ന് നോക്കിയാലേ എനിക്കറിയുള്ളൂ. ഓക്കെ, ഇറ്റ്സ് എ ഡ്രസ് ആക്ച്വലി. എനിക്കൊരു സ്കേർട്ട് ഉണ്ട്. ആ സ്കേർട്ടിന് മാച്ചായിട്ട് ഇടാൻ എനിക്കൊരു ഉടുപ്പില്ലാതിരിക്കായിരുന്നു. സോ ഇത് ഞാൻ അതിന് വേണ്ടി വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. ഇതെങ്ങനെ ഉണ്ടക്കോ? ഒരു ടോപ്പാണ്. ഇതൊരു ഒഫീഷ്യൽ ലുക്ക്, ഐ മീൻ ഫോർമൽ ഒരു ഡ്രസ്സായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. I didn't wanted a jingly bing. So, okay. I think it's okay. ഞാൻ ചിലപ്പോൾ അത് റിട്ടേൺ അടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? നെക്സ്റ്റ് ഐറ്റം. ഓക്കെ, ഇതെൻ്റെ ഒരു ടീഷർട്ട് ആൻഡ് ട്രൗസറാണ് ആക്ച്വലി. ഇത് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് മിസ്റ്ററി ബോക്സിനകത്ത് വെക്കാനുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് തുറന്ന് കാണിക്കുന്നില്ല. ഞാൻ ആ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ പോയി നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അഗെയിൻ എനിക്കൊരു ഷർട്ട് പോലത്തെ ഒരു ടോപ്പാണ്. ഇതൊരു ലെപ്പർഡ് പാറ്റേണിൽ വരുന്നൊരു ടോപ്പാണ്. ജീൻസിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടി വാങ്ങിച്ചതാണ് ഗൈസ്. എനിവേ, ക്ലോത്ത്സ് അടിപൊളിയാണ്, അതിൻ്റെ മെറ്റീരിയലൊക്കെ ഓക്കെയാണ്. ഇത് പിന്നെ നമ്മുടെ ഹെസമോൾക്ക് വാങ്ങിച്ചൊരു സാധനമാണ് ഗൈസ്. ഹെസമോൾക്ക് വാങ്ങിച്ചൊരു ഡ്രസ്സാണിത്. ഹൗ ഇസ് ഇറ്റ്? എങ്ങനെയുണ്ട്? ഈ കളർ ഇഷ്ടമല്ല, ഗ്രേ. നമുക്ക് കളർ മാറ്റിയെടുക്കാം. ഞാൻ റിട്ടേൺ അടിച്ചിട്ട് വേറെ കളർ എടുക്കാം. ഞാൻ ഗ്രേ കളർ എടുത്തതാണ്. ഞാൻ എല്ലാം ഒരു നേവി ബ്ലൂ ആയതുകൊണ്ട്, ഒരു നേവി ബ്ലൂവും പിന്നെ ഈ ഒരു ഗ്രേയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നേവി ബ്ലൂ എടുക്കണ്ട, ഗ്രേ എടുക്കാൻ വിചാരിച്ച് എടുത്തതാണ്. അവർക്ക് ഇല്ലാത്തൊരു കളറല്ലേ വിചാരിച്ചു. അപ്പം അത് ഇക്കുന് അങ്ങോട്ട് അപ്രൂവ് ചെയ്യാൻ തോന്നിയിട്ടില്ല.
ബട്ട് ഇതിന്റെ മെറ്റീരിയൽ നല്ല രസമാണ്. ഇതിന്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്ക്, നല്ല ഭംഗിയില്ലേ, നല്ല പാറ്റേൺ, നല്ല പാറ്റേൺ ആണ് ഗൈസ്. ഞാൻ ഒരുപാട് കുട്ടികൾ ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഓക്കെ ഗൈസ്, പിന്നെ ഞാനൊരു ടവല് വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് നല്ലൊരു ടവലാണ്, ബാത്ത് ടവലാണ്, ആക്ച്വലി ബേബിക്കുള്ളതാണ്. ഓക്കെ, ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇക്കുനെ തൽക്കാലം കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇക്കു ചിലപ്പോൾ എന്നെ തല്ലി ഓടിക്കും. സോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്ക് കോമൺ ആയിട്ടുള്ളൊരു കളർ തന്നെയാണ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തിനാണ് ഈ കളർ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇക്കുന്നെ മണ്ടയ്ക്ക് അടിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് കാണിക്കട്ടെ. നേരം വെളുക്കണ വരെ കാണിച്ചോളൂ. എന്താണ് ഇതെന്ന് നോക്കണ്ട. വാട്ട് ഇസ് ഇറ്റ്? ഇത് ആക്ച്വലി ഒരു സ്കേർട്ട് ടോപ്പാണത്. ഇക്കുവിനെ പേടിച്ചിട്ടോ ഗൈസ് ഞാൻ ലിറ്ററലി ഇത് കാണിക്കാത്ത. ബിക്കോസ് എനിക്ക് നേവി ബ്ലൂ പിന്നെ ഈ ഒരു ബർഗണ്ടി എനിക്കറിയില്ല. ഞാനത് എവിടെ കണ്ടു കഴിഞ്ഞാലും എൻ്റെ കണ്ണ് ആദ്യം പോവാ ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബർഗണ്ടി, ഈ ഒരു കളറ്, ഓക്കെ, അല്ലെങ്കിൽ നേവി ബ്ലൂ ആണ്. അതുകൊണ്ട് എൻ്റെ വാർഡ്രോബ് ഫുള്ളാണ്. ഇക്കുവിനെ അതങ്ങോട്ട് ഒക്കെ പറയുന്ന എന്നോട് വെറൈറ്റി കളേഴ്സ് ട്രൈ ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കെന്തോ പിന്നെ നല്ല ഭംഗിയിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കളേഴ്സിലാണ് നല്ല ഭംഗിയിൽ സാധനങ്ങൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പിന്നെ എൻ്റെ ഒരു നൈറ്റ് ഡ്രസ്സാണ്. ഞാൻ നൈറ്റ് ഡ്രസ്സൊന്നും വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ മിസ്റ്ററി ബോക്സിൽ വെക്കാനുള്ളൊരു സാധനമാണ്. അത് ഞാനിവിടെ കാണിക്കുന്നില്ല, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കണ്ടോളൂ എന്നൊക്കെ. ഇനി നമുക്ക് ഗിവ് അവേക്കുള്ള പാക്കറ്റ്സ്, ഗിവ് അവേക്കുള്ള ബാഗുകൾ ഉണ്ടായിരുന്നില്ല. സോ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള ഗിവ് അവേ ആണ്, ഗിവ് അവേക്കുള്ള ബാഗ്സ് ആണ് അതൊക്കെ. ഓക്കെ, ഇത് പിന്നെ ഹെസ ബേബിക്കുള്ള സെയിം ഡ്രസ്സാണ് ഇത്. ഞാനത് അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് മിസ്റ്ററി ബോക്സിനകത്ത് വെക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. അഗെയിൻ ഇത് മിസ്റ്ററി ബോക്സിലേക്ക് വെക്കാനുള്ളതാണ്. ഇനി എനിക്ക് ഇക്കുവിന് കാണിച്ചു കൊടുക്കാൻ പേടിയില്ലാത്തൊരു സംഗതി ഉണ്ട്. ബിക്കോസ് ഈ ഒരു കളർ എനിക്ക് ഇല്ലാത്തൊരു കളർ ആയതുകൊണ്ട് ഇക്കു എന്നെ ഒന്നും പറയില്ല എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ഞാൻ ഇത് ഓപ്പൺ ആക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ ഇക്കു, ഐ ഡോണ്ട് ഹാവ് ദിസ് കളർ റൈറ്റ്. അങ്ങോട്ട് അപ്രൂവൽ വരുന്നില്ല. വാട്ട് ഈസ് ദിസ് ആക്ച്വലി? ഇത് എവിടെ നിന്ന് ഇതിൻ്റെ ഒരു ഇത് എന്താണ്? ഇത് ആക്ച്വലി ഒരു ഡ്രസ്സാണ്. ഇറ്റ്സ് എ ഡ്രസ്. ഇത് ഇങ്ങനെ 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 വന്നിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടുന്നൊരു ഉടുപ്പാണത് ആക്ച്വലി. മേളിൽ അത് ഇട്ട് വരുമ്പോഴേക്കും എൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഒന്നും പറയരുത്, എനിക്ക് അത്ര പറയാനുള്ളൂ എന്നൊക്കെ. സി ഈ കളർ ഓക്കെ. എന്തൊക്കെ ആലോചിക്കുന്ന? ഇതെന്താ സാധനം എന്ന് മനസ്സിലായില്ലേ അല്ലേ? എന്താണ് ഫോർക്കോ? എന്ത് ഫോർക്ക്? ഫോർക്ക് കട്ട്ലറിയിലുള്ള ഫോർക്കാണ്. ഓ അത് ഫ്രോക്ക്. ഇത് ഇക്കോ അവര് വിചാരിക്കും ഇക്കുന് ശരിക്കും അറിയില്ല വിചാരിക്കും കേട്ടോ. അവസാനം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും നമ്മളെ. ഫോർക്ക് ഫ്രോക്ക് തമ്മിൽ തിരിച്ചറിയാത്ത ആൾക്കാരാണില്ലേ ഇവരെ മോള് ചെയ്തിട്ട് കാര്യമില്ല പറഞ്ഞാണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഇത് അത് ആക്ച്വലി ഒരു ഗൗണാണ്. ഞാനത് അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുക്കാം. ഓക്കെ, അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്കുനുള്ളത് ഞാൻ ഇട്ട് കാണിച്ചു കൊടുത്തോളാം. അപ്പൊ
അങ്ങനെ ഇപ്പൊ കണ്ട പെണ്ണുങ്ങളെ ഫോട്ടോ കാണണ്ട, എന്നെ കണ്ടാ മതി. ഈയടാ ഇത് ആക്ച്വലി ആരുടെ പേരാ ആണ് ഒന്ന് നോക്കി നോക്കിക്കോ. ആണ് ആണ് ഹെസിലിൻ നൈറ. അപ്പോ ചാക്ക് കെട്ട് നിറയുള്ള സാധനങ്ങൾ തീർന്നിട്ടുണ്ട് ഗൈസ്. അത്രയും ഐറ്റംസ് ആണ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹം എന്തോരാണെന്നുള്ളത്. നിങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സാധാരണ ഞാനൊരു ഷീൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 അല്ല 2 അല്ല 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒരു 2-3 അൺബോക്സിങ് ഷീൻ്റെ വീഡിയോസ് വരാനുണ്ട്. ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ കുഞ്ഞ് തുമ്മൽ പിടിച്ചിട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണ ഞങ്ങളുടെ ഷീൻ്റെ അൺബോക്സിങ് ചെയ്യുമ്പോൾ എൻ്റെതും ഹെസലിൻ്റെതും ഇക്കുൻ്റെതുമായിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് ഉണ്ടാവാറുള്ളത്. ബട്ട് ഇത്തവണ അത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ ഞങ്ങൾ അൺബോക്സ് ചെയ്തത് നിങ്ങൾക്കുള്ള സാധനങ്ങളാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഗിവ് അവയുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ്സ് ഒന്നും കൊടുത്തു വിട്ടില്ലേ, ചോക്ലേറ്റ്സ് ഒന്നും ഇല്ലേ, ഗിഫ്റ്റ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ചോക്ലേറ്റ്സ് ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം, അതെന്തായാലും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവരോടാണ് ഞാൻ ചോക്ലേറ്റ്സ് ഇട്ട വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സൈഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചോക്ലേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ്സിൻ്റെ സെക്ഷൻ ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചതാണ്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു വീഡിയോസിലൊന്നും ചോക്ലേറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. കാരണം അന്ന് നമ്മൾ ഈ സാധനം കൊടുത്തു വിടുന്നതിൻ്റെ അന്നാണ് ഞാൻ ഇതിനകത്ത് ചോക്ലേറ്റ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് എത്ര ചോക്ലേറ്റ്സ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തു എന്നുള്ളതൊന്നും എനിക്കിതിനകത്ത് വീഡിയോ എടുക്കാനുള്ള ടൈം ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്കന്ന് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗിവ് അവയുടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് 7, 8, 9, 10 ഗിവ് അവേ ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്, മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഷീൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.